വെൽക്കം ബാക്ക്, ഷെബിയോടെ. അപ്പോൾ വയനാട് പോവാണ്. ഒരുപാട് ദിവസമായി നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ട്, യാത്രയല്ല കേട്ടോ, നമ്മൾ വയനാട് പോയിട്ട്. അപ്പോൾ നമ്മൾ നേരെ വയനാട് പോയിട്ട് അച്ചോരൊക്കെ കയറി സെറ്റാക്കി കുറച്ച് ഉള്ളോട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉള്ളോട്ട് കയറിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് എങ്ങനെയെന്നൊക്കെ നോക്കാം. എന്നപോലെ ഈ ഒരു പോക്കലുണ്ടല്ലോ, ചെറിയൊരു മയം കൂടി ഉണ്ടെങ്കിൽ സംഭവം ഉഷാറാണ്. ക്ലൈമറ്റ് ഉഷാറാണ് കേട്ടോ. ആ മൂടി കെട്ടിയ കാലാവസ്ഥ അല്ല, എന്നാൽ നല്ല വെയിലുണ്ടോ വെച്ചാൽ അതുമില്ല. പക്ഷെ പുറത്ത് നല്ല ചൂടുണ്ട്. റോഡൊരു ഉഷാർ റോഡാട്ടോ. റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി റോഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെരിന്തൽമണ്ണ പോയപ്പോൾ വാങ്ങിയതാണ്ടത്. അതിന് ശേഷം പിന്നെ നമ്മൾ നിലമ്പൂർ പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ നിലമ്പൂർ പോകാനില്ലല്ലോ, അങ്ങനെ പോയി. ഇപ്പോൾ ഇന്നുണ്ട് സംഭവം. എടുത്തൊക്കെ മറന്നാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പോവല്ലാതെ ഒരു വേറെ വർത്താനല്ലേ. പിന്നെ ഏതാ റോഡില്ലേ, റോഡൊക്കെ ഇതൊക്കെ റോഡ്. ഞാൻ കരുതിയാണ്ട് ഒരു 100-120 പറഞ്ഞിട്ട് പാറും വേണ്ട, നമുക്ക് നമ്മളെ പോക്ക് അങ്ങനെ പോയാൽ മതി. ഞാനേ ഗ്ലാസ് കഴുകാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ വണ്ടി കഴുകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണ ഇടയിൽ ഇനിയിപ്പം വിളിച്ചത്. എന്നാൽ പിന്നെ അങ്ങനെ പോകാന്നുള്ള നിലയിൽ പിന്നെ വേഗം ഇറങ്ങി ഓടി. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ഇനി പെൻഡിങ്ങാ. സമയം ഉണ്ടെങ്കിൽ നമ്മൾ വരുന്ന ചിലപ്പോൾ നിർത്തും, എന്നൊരു വണ്ടി ആക്കിയിട്ട് നമുക്ക് പോവാം. പ്രശ്നമൊന്നും ആക്കണ്ട. സമയം ഉണ്ടെങ്കിൽ കേട്ടോ. ബസ് നോക്കിയാ മുക്കത്തെത്തി. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ഡ്രൈവർ ഭയങ്കര പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ പറപ്പലൊന്നും ഇല്ല കേട്ടോ, കണ്ടോ, അറിവിലുള്ളൂ. ഞാൻ കണ്ടുകൊണ്ട് പൊങ്കാലടണ്ട് ഞങ്ങൾ. ഇതൊക്കെ ഇതിന് പ്രശ്നം. നാട്ട് റോട്ട് കൊണ്ടുപോയി നിർത്തും. പോട്ടെ. ഞായറാഴ്ച ആയിട്ട് എല്ലാ കടകളും അല്ല, ഒരുവിധപ്പെട്ട എല്ലാ കടകളും അവധിയാണെന്ന്. എല്ലാം ഷട്ടർ. ഞങ്ങൾ ഇന്നൊരു ഹോട്ടൽ തപ്പിയുണ്ട്, കുറേ നടന്നു. എന്താ 105 പെട്രോൾ മാത്രമേ. ഇപ്പൊ ചെറുതായിട്ട് മഴ വരുന്നുണ്ട്, ഉണ്ടോ? മഴക്കാരൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. മഴ പെയ്യുന്നതില് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പോകുമ്പോൾ ചുരത്ത് ഭയങ്കര ഒരു ആംബിയൻസ് ഇട്ട് നമുക്ക്, പ്രത്യേകിച്ച് നല്ല ഭംഗിയൊക്കെ പോകുമ്പോൾ. രണ്ടാമത് വണ്ടി കഴുകണം എന്ന് കരുതി കുത്തിറക്കുകയാണല്ലോ നമ്മള്, അത് ഫ്രീ ആയിട്ട് കിടക്കും. അങ്ങനെ രണ്ട് ഉപകാരങ്ങളുണ്ട് എന്തായാലും മഴ ചെയ്താല്. ഓമശ്ശേരിയാണ്. ഓമശ്ശേരി അങ്ങാടിയിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, വയനാടിനെ ലക്ഷ്യമിട്ടുകൊണ്ട്. പിന്നെന്താ, ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടിക്ക് എണ്ണടിച്ച് ഇനി ചെറിയ യാത്ര ഇങ്ങനെ നമ്മൾ പോവും. എങ്ങനെ ഉണ്ടാവും നോക്കാം. കുറച്ച് മുന്നേറ്റ് മഴ വരുന്നൊക്കെ കണ്ടിന്. ഇപ്പോൾ വീണ്ടും വെയിലറച്ചപ്പോൾ ഇനി ചെറിയൊരു എന്താ പറയുക, നമുക്ക് ഉറപ്പില്ല ഇനി ഇവിടെ മഴ ഉണ്ടോ ഇല്ലെന്ന്. എണ്ണപ്പമ്പയിലല്ലേ എണ്ണ അടിച്ചിട്ട് കയറണോ? അങ്ങനല്ലേ വരുള്ളൂ. മല കണ്ട് തുടങ്ങി ഗൈസ്. എന്തത് റോഡ് കൂടെ ഇങ്ങനെ പാർക്ക് ചെയ്ത്. ഓടിക്കോ. ഇതിന് പിന്നെ നമ്മള് സിഗ്നൽ ഇട്ടിട്ടൊന്നും കാര്യമില്ല, അതെന്തായാലും കുത്തി കയറി വരും. അപ്പളേ ഇതിനടുത്ത് കണ്ണില്ലാത്ത വേറെ പണി KSRTC ഒക്കെ വരുന്നത്. ആയിക്കോട്ടെ. എന്നാല് ഞങ്ങളെ ഇപ്പോ എണ്ണ അടിച്ചിട്ട് കയറണോ അതോടെ കയറി കഴിഞ്ഞിട്ട് അടിച്ചാൽ മതിയോ, ആ ഒരു ചെറിയ ഡൗട്ടിൽ നിൽക്കുകയാണ് നമ്മള്. KSRTCകൾ ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട്, ഒക്കെ നമ്മളെ നെഞ്ചത്തൊക്കെ വരുന്നേരെ. കണ്ടോ, ആ കാണുന്ന മരന്റെ മുകളിൽ
പെട്രോൾ പമ്പ് ഇവിടെ അടുത്തടുത്തുണ്ട്. എനിക്ക് ഒന്ന് അടിച്ചിട്ട് പോണോ വേണ്ടേ എന്നുള്ളൊരു ചെറിയ ഡൗട്ടാണ്. ഏതായാലും വേറെ മാത്രമല്ല മേല് ഏതായാലും കയറി പോട്ടെ. നമുക്ക് അരങ്ങും പഠിക്കല്ലേ. കഫക്കെട്ടാണ് പ്രശ്നം. നമ്മളെ മല ഇങ്ങനെ എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മലയാണ് ഇപ്പം ഇനി കയറാനുള്ളത്. എന്താ ഹൈറ്റിൽ അതിൻ്റെ ഇതാണ് ഗൈസ് മലകളല്ല മല. മഴക്കാറില്ലല്ലോ. നമ്മള് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാം മഴക്കാറൊക്കെ കണ്ട് നമ്മൾ ഉറപ്പിച്ചിനി നമ്മുടെ എന്തായാലും മഴയൊക്കെ ഉണ്ടാവും, അടിപൊളിയാവും ഒക്കെ വിചാരിച്ചു നിൽക്കല്. എന്തായാലും നമ്മൾ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ സ്വാഭാവികം. നടക്കൽ അങ്ങനെയല്ലോ. അതേമാതിരി തന്നെ ഇവിടെ നടന്നു. ഒരു വ്യത്യാസമല്ല. പെയ്യുന്ന കരുതി പെയ്തില്ല. സാരല്ല, നമുക്ക് പോവാം. എന്നാലും ചെറുതായിട്ടൊരു മൂടലൊക്കെ ഉണ്ട്. അയ്യോ ഇല്ലെന്നൊന്നും വലിയ ഇതില്ല. ഫൈറ്റർ മുമ്പ് പോണം. ഫൈറ്റർ വയനാട് ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്ക് ടൂറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കത്തെ നമ്പർ ആണെങ്കിൽ പോസ് ചെയ്തുകൊണ്ട് എഴുതിയെടുത്തോളി. വെറുതെ ഒന്ന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് നമ്മളോട് നിർത്തിയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മലകൾ മൊത്തം നമുക്ക് കാണാം കേട്ടോ. ചെറിയൊരു ഇടവയുണ്ട് ഇവിടെ. മലക്ക് നമ്മൾ തൊട്ടടുത്തെത്തിട്ടോ. ഞാൻ ഇങ്ങനെ കയറി പോകാനേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ എന്താ പറയുക, മേഘം ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല. ഇപ്പുറത്തൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പോക്ക് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പോണത്. ആ തെളിഞ്ഞ കാലാവസ്ഥേന് മഴയൊന്നുമില്ല. ആണ്ടിയ സമയത്ത് മഴ ഉണ്ടാവില്ല. അപ്പം മഴ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടേനി. നമ്മളെ ചുരം ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. അപ്പം ഇങ്ങനെ നീണ്ടൊരു രസകരട്ടെ. നീ നമ്മൾ ചുരം കയറി ഇങ്ങനെ പോവുകയാണ്. ഏകദേശം ഒരു 9 ഹെയർപിൻ വളവുകളാണ് ഈ ഒരു ചുരത്തിനുള്ളത്. ഈ ഒരു ചുരത്തിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു കഥയും കൂടി ഉണ്ട്. അത് കറക്റ്റ് അറിയില്ല. ഞാൻ അറിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഷോർട്ടൊക്കെയാണ് ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് പച്ചടിച്ചിട്ടുണ്ടല്ലോ. ആ മുകളിൽ നിന്ന് ഇങ്ങനെ വണ്ടികൾ വരുന്ന നോക്കി കണ്ടോ. ബസ് ഉണ്ട്. ഇപ്പം എങ്ങനെ പോണ്. ഇപ്പൊ വരും കേട്ടോ. ഞാൻ പറഞ്ഞ ബസ് ഇപ്പൊ വരും. 9 ഹെയർപിന്നിൽ 1ാമത്തെ ഹെയർപിൻ നമ്മൾ ഇവിടുന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ടോ അവിടെ എഴുതിയിട്ടുണ്ട് ഹെയർപിൻ നമ്പർ 1. ഇനി KSRTC അതുപോലെ തന്നെ ഇതുപോലത്തെ ചരക്ക് ലോറികൾ ഇവരൊക്കെ ഒരു കളിയെ കരഞ്ഞ് ഇവരൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് പോണെങ്കിൽ. നല്ല വെയിലും ഉണ്ട് കേട്ടോ. കുത്തമുട്ട വെയിലും. കണ്ടോ KSRTC അവിടെ. ഇതൊന്നല്ല കേട്ടോ രസമല്ല. ചുരം വെച്ചാല് നാടുകാണിയാണ്. അത് ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫീല് നമുക്ക് നല്ലതായിട്ട് കിട്ടും. നമുക്ക് അത്ര വലിയ ഫീലായിട്ടൊന്നും കിട്ടൂല. ഒരു ചുരം കയറേണ്ട വെച്ചാൽ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. നല്ല രസമാണ് കയറാൻ, നല്ല രസമാണ്. ബ്ലോക്കായി എന്നാ തോന്നുന്നത്. അനങ്ങണില്ല കൊണ്ട്. ആ ലോറിയാണോ എന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക്. അതൊന്നിട്ട് അനങ്ങനായിട്ട് കാണുന്നില്ല. ആക്ര കൂട്ടി മുമ്പ് ചാടിയാ പെടും ചെയ്യും. സംഭവം
ഒരു വണ്ടിക്ക് സൈഡ് എടുത്താണ് കാര്യം പറഞ്ഞാല്. അത് കഴിഞ്ഞപ്പോൾ കയറിപ്പോയി. ഈ ബസ്സിന് ആ ലോറിക്കാരനൊരു സൈഡ് എടുത്തതാ. ഇപ്പൊ റെഡിയായി. ബ്ലോക്കൊന്നല്ല, എന്നാലും ചെറിയൊരു ബ്ലോക്ക്. വെറുതല്ല ഈ കാറിന് പ്രശ്നം. നിങ്ങളൊന്നും ഈ വളവിൽ ഇതേമാതിരി നിർത്തി പോകല്ലോ, പണി കിട്ടും. മറ്റുള്ള വണ്ടിയൊക്കെ പോലെ ഒരു സൈഡ് എടുത്ത് കയറി പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ നിർത്തി വെച്ചാൽ, ഇപ്പോൾ നേരത്തെ നിന്നത് ഏകദേശം ആ ഒരു കാരണം കൊണ്ടാവാം എന്താ പിന്നെ നിന്നു. വെറുതെ ഒരാളെ കുറ്റം പറയല്ലേ എന്നാ പറഞ്ഞാൽ മതി. ഇനി ാണ് ഈ കുറ്റത്തിൻ്റെ ഒക്കെ ആള്. നമ്മളെ ബ്ലോക്കിന്റെ സ്ഥാനത്തേക്കണ്. അവിടെ ഓറഞ്ചാ കാണുന്നത്. അതിനകത്തൊന്നുമില്ല, ചെറുതായിട്ടൊരു ബ്ലോക്കേ ഉള്ളൂ. ബ്ലോക്കാണ് ഗൈസ്, ബ്ലോക്കാണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് തിരിച്ചിറങ്ങുവാണല്ലോ. ഇപ്പൊ ഇനി പോലപ്പോ തീരുമാനമാണ്. മുമ്പ് ചാടേണ്ട കുത്തിക്കയറി പോവാന്ന് വിചാരിച്ചാല് നടക്കണ കേസല്ല, പണി പോളും. ഹൈവേ പോലീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചെക്കിംഗ് ആണ്, വെറുതെ എത്ര ബ്ലോക്ക്. ഇപ്പൊ നമ്മള് ബ്ലോക്ക് ഏകദേശം ഒക്കെ കഴിഞ്ഞിക്കണേ. പിന്നെന്താ വെച്ചാല് ഇങ്ങോട്ട് വരുന്നോല് ഫുള്ള് ബ്ലോക്കിലാട്ടോ. അവിടെ മൊത്തം ബ്ലോക്കായി കിടക്കാണ് ഇങ്ങോട്ട് വരുന്നോല്. ഒരു 5 മിനിറ്റ് നമ്മള് ഒന്ന് ഗ്ലാസ് ആത്തിയതാ. മുട്ട ചൂട്. ശരിക്ക് നമ്മൾ ഊട്ടി കയറുമ്പോൾ ഈ പാസ്സൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഊട്ടി കൂടാനുള്ള പ്ലാൻ. ഇനി ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കണ തിരക്കായതുകൊണ്ട് അവിടെ വല്ലാതെ കിട്ടി ടൂറിസ്റ്റുകളെ കയറ്റി വിടുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ബസ് വിളിച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ലാതെ അങ്ങോട്ട് കയറ്റി വിടണില്ല, അടക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. ഈ ഫ്ലവർ ഷോന്റെ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി, പിന്നെ നമുക്ക് ഇങ്ങനെ കയറി പോവാം. എവിടെ എത്തണല്ലേ? ആ കാണുന്ന സ്ഥലത്ത് എത്തണം. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഒരു വെള്ള സംഭവം കണ്ടങ്ങള് അതിൻ്റെ മുകൾക്ക് എത്തണം. ക്യാമറയിൽ കാണില്ല, ഒരു KSRTC തോന്നുന്നുണ്ട്, അതിലിങ്ങനെ പോകുന്നുണ്ട്. എണ്ണടിച്ചാ പോവാ, ചുരം കയറുക. നമ്മളെന്തായാലും വയനാട് കയറിയിട്ട് കുറച്ചങ്ങോട്ട് പോയി നോക്കുന്നുണ്ട് കേട്ടോ വെറുതെ. സംഭവം എന്താ വെച്ചാല് നമ്മളെ മുന്നിലൊരു ലോറി ഉണ്ട്, അതാണ് പ്രശ്നം. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഈ ഒരു ചുരം കയറണമെന്നുണ്ടെങ്കിൽ കുറച്ച് കലിപ്പ് വേണം അതിന്. അപ്പോൾ ഇതാണ് ഹെയർ പിൻ നമ്പർ 2. രണ്ടാമത്തെ ഹെയർ പിൻ വളവിലാണ് നിൽക്കണേ. ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അത് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം അതാ. രസല്ലേ, ക്ലൈമറ്റ് ഉഷാറാട്ടോ. രാവിലെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചൊക്കെ കണ്ട് അങ്ങോട്ട് തിരിച്ചു പോരാം. അതിനൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊരു ബസ് നോക്കിയാലേ സമാധാനത്തിലെ കൊടുത്തിടാം. ഒരു ബസ്സുണ്ട് കേട്ടോ അവിടെ, ശ്രദ്ധിച്ചോ. ഹെയർ പിൻ നമ്പർ 4. അപ്പൊ 3 അപ്ലൈ അവിടെ കഴിഞ്ഞാല് നമ്മൾ പറയാൻ മറന്നുപോയി. ഇത് വൈഡാക്കി എടുക്കേണ്ടി വരും. നമ്മളൊന്ന് ചവിട്ടില്ല എന്നുണ്ടെങ്കിൽ കർണാടക പോലെ അങ്ങനത്തെ പരിപാടിയൊക്കെ ആര് വരാണെങ്കിലും ഇവിടെ നിന്ന് നിർത്തിയിട്ട് ചാർട്ടില്ല പോകുള്ളൂ. നമുക്ക് പൊയ്വില്ല, അതുകൊണ്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. എന്നെ പോലെ തന്നെ ഒരു സാധനം കണ്ടു ഞാൻ അവിടെ. കാണണോ?
കണ്ടാ ഇപ്പൊ കാണിച്ചേരട്ടെങ്കിൽ എന്തരയാ വിലസ് നടക്കുക, ഒരു ടെൻഷനും ഇല്ല, EMI അടക്കണ്ട, അരിക്ക് ചെലവിനുണ്ടല്ല. എന്താ സുഖം കണ്ടോ, കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തേ ചെറിയ കുട്ടിയൊക്കെ ഇത് മൊത്തം തന്നെ കേട്ടോ, ചാറിന് നോക്കേണ്ടി വരടാ. അവിടെ ചെറിയൊരു കുട്ടിയൊക്കെ വേറൊന്ന്. ഈ കാട് മൊത്തം കുരങ്ങുകൾ കയ്യേറിയിരിക്കുകയാണ് മക്കളെ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് വരില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഈ നൃത്തത്തിനൊക്കെ കാരണം മുന്നിലൊരു ലോറി ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു നൃത്തം ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ബ്ലോക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പെട്ടെന്ന് പോകുന്നുണ്ട്. എന്താ കുരങ്ങന്മാരെ സംസ്ഥാനം നമ്മളല്ല അവിടെ. ഈ കാട് മൊത്തം കുരങ്ങുകൾ കയ്യേറിയിരിക്കണം കേട്ടോ. കളിയും തീരി താമാൻ വന്ന തല്ലിവിടണ്ട. അപ്പുറത്ത് മൊത്തം വിലന്നെ ഉള്ളു കേട്ടോ. ആ ടോപ്പ് വരെ ഇനി കയറിപ്പോണം. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ മഴക്കാറ് മൂടുന്നുണ്ട്. അവിടെ നല്ല വെയിലുണ്ട് കണ്ടോ, അവിടെ നല്ല വെയിലും ഇവിടെ നല്ല മഴക്കാറും ഉണ്ട്. ഇനി മുകളിൽ കയറുമ്പോൾ പിന്നെയും വെയിലാവും. ഇതൊക്കെ തന്നെ രസം. മിക്കവാറും നമ്മൾ കയറി അവിടെ എത്തുമ്പോൾക്ക് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വയനാട് ബോർഡർ കടന്നിക്കുമ്പോൾക്ക് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ കുറേ അങ്ങോട്ട് കയറി വെക്കും. ഇന്ന് നമ്മൾ രാത്രി ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. അത് വരെ നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുള്ളൂ. വെയിലൊക്കെ ഇനി ഇരിക്കണേ. നല്ല മഴക്കാറുണ്ട് കേട്ടപ്പോൾ. ഇപ്പോൾ പോയി എന്തായാലും ഒരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഈ ഇട്ടുകൂടി വന്നിക്കുക വേറെ രസം കാണണമെങ്കിൽ ആ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം വെയിലാണ്. അവിടെ ടയർ പോയതാ. അവിടെ ഫുള്ള് വെയിലാണ് താഴെ. അവിടെ ഭയങ്കര എന്താ പറയുക, മഴക്കാറും കാറ്റും. ചുരത്ത് നമ്മളെ ഞായറാഴ്ച തിരക്കൊന്നുമില്ല കേട്ടോ. ഞായറാഴ്ച തിരക്ക് അവിടെ താഴത്തുനിന്ന് പ്രതീക്ഷിച്ചിരുന്നു കയറിയപ്പോൾ തന്നെ. കാരണം അവിടെ നിന്ന് ആ ബ്ലോക്ക് ആയതൊക്കെ നോക്കിയപ്പോൾ പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷെ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ഏകദേശം മുകളിലെത്തി. ഇനിയിപ്പോൾ ലാസ്റ്റ് ഹെയർ പിൻ എത്തിട്ടോ. ഹെയർ പിൻ നമ്പർ 9. അതിൻ്റെ ഇടയിൽ കുറേ ഹെയർ പിന്നുകളൊക്കെ ഇങ്ങനെ പോയി. എല്ലാ പിന്നും പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ മിണ്ടാതിരുന്നു. ഇതാണ് ലാസ്റ്റ് ഹെയർ പിന്ന്. അത് കഴിഞ്ഞാൽ അതൊക്കെ നേരത്തിലെ കയറി. പിന്നെ എൻ്റെ വണ്ടിയാന്ന് ആണല്ലോ സർവീസിനായിട്ട്. ഇച്ചൊന്ന് ശ്രദ്ധിച്ചോട്ട്. ബ്ലോക്കൊന്നുമില്ല, എന്നാലും ചെറിയൊരു ബ്ലോക്കിന്റെ ഒരു സിമ്പിൾ കാണുന്നുണ്ട്. ലക്ഷണം കാണുന്നുണ്ട്. നല്ല പരിപാടിയാണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ മിക്കവാറും മഞ്ഞും കോടൊക്കെ ആയിട്ട് മൂടുന്നൊക്കെ നമുക്ക് വിചാരിക്കാം. ഉറപ്പില്ല കേട്ടോ. മുളക്കെത്തിട്ടാ നമ്മള് ടോപ്പിലെത്തി. നമ്മൾ മഴ ചെയ്തോണ്ടേ, മഴ എന്നല്ല അധികം ഇവിടെ നിർത്താനുള്ളൊരു ഇതില്ല. എന്താ പറയാ, പെർമിഷൻ ഇല്ല ഇവിടെ. മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ എന്തായാലും നിർത്തുന്നില്ല. നമ്മൾ നേരെ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോകണുള്ളൂ. കാരണം ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫൈൻ ഇട്ടാലേ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ വല്ലാതെ നിർത്തുന്നില്ല. ആൾക്കാരൊക്കെ നിർത്തുന്നുണ്ട്, അത് വേറെ.
താമരശ്ശേരി ചുരത്തിന്റെ ഒരു എന്താ പറയാ നടുന്തൂണ് ഇവിടെ ഉണ്ടോ. ഇവിടെ വന്നിട്ടാണ് എല്ലാവരും വണ്ടി എടുക്കലും ഫോട്ടോ എടുക്കലും കേട്ടോ. നമ്മളും വരെ ഫോട്ടോ എടുക്കലും എല്ലാ പരിപാടിയും ഇവിടെ. കാരണം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. നമ്മള് അധിക ദിവസം വരെ ഇവിടെ നിർത്തലുണ്ട്, പക്ഷെ ഇന്ന് നമ്മള് നിർത്തുന്നില്ല. വെൽക്കം ടു വയനാട് ബോർഡർ എത്തി ഗൈസ്. നമ്മള് വയനാട്ടിലേക്ക് കിടക്കാണ്. ഇപ്പൊ കിടക്കുന്നുണ്ടോ? ഒരു 2 സെക്കൻഡ്, 1 സെക്കൻഡ് കടന്നു. നമ്മളങ്ങനെ വയനാട്ടിലെത്തി ഗൈസ്. ഇനി ഇവിടുന്ന് അങ്ങനെ പോവാ, ഒരു ഉറപ്പില്ലാത്ത പോക്ക് പോവാ. തൊപ്പിട്ട് കണ്ടേ മുടി ആകെ എന്തൊക്കെയോ മാതിരി ഇരിക്കണം. പിന്നെ നമ്മളിപ്പോ വയനാട് എത്തി. അപ്പൊ ഇനി എന്താന്ന് അറിയണ്ടേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പൊ ഏകദേശം കുറെ ലെങ്ത് ആയിക്കണം. ഇനിയിപ്പൊ ഇങ്ങനെ കൂട്ടിക്കൊണ്ടോട്ടോ. കണ്ടാണ് വെറുപ്പിക്കും വേണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത് എന്താ ചെയ്യണത്, അങ്ങോട്ട് എങ്ങോട്ട് പോണത് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ.